സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. സ്വർഗത്തെയും ഭൂമിയെയും ദിവ്യരഹസ്യത്താൽ ബന്ധിപ്പിക്കുന്ന പീഠത്തിൽ പുതിയ മാർപ്പാപ്പ ലയോ 14 തെക്കേ അമേരിക്കയ്ക്ക് പിന്നാലെ ആദ്യമായി വടക്കേ അമേരിക്കയുടെ ഉന്നമനം. ഉദ്യോഗം കൊണ്ടും വിശുദ്ധ പത്രോസിൻ്റെയും ഊഴം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും നാമധേയം കൊണ്ട് ലയോ 13 പാപ്പയുടെയും പിൻഗാമി. ഒന്നും കൂടി പറഞ്ഞാൽ മഹാനായ ലിയോ 1 പാപ്പ മുതലുള്ള 13 ലിയോ മാർപ്പാപ്പന്മാരുടെ നിരയിലെ അവരെ സ്മരിക്കുന്ന പുതിയ തുടർച്ചക്കാരൻ. സ്വന്തം പേരിൽ ഒരു ഫ്രാൻസിസ് കൂടി ഉൾപ്പെടുന്നു എന്ന പ്രത്യേകതയും. 5-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഭീതിപ്പെടുത്തിയ ഹൂണന്മാരുടെ രാജാവ് ആറ്റിലയെ റോം ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച പാപ്പയാണ് ലിയോ 1. വടക്കേ ഇറ്റലിയെ തകർത്ത ആറ്റ്ലിയെ മലകളും കഠിനപാതകളും താണ്ടി പാപ്പാവേഷത്തിൽ നേരിട്ടു ചെന്ന് കണ്ട് ഇറ്റലിയെ വെറുതെ വിടാൻ പത്രോസിന്റെ പിൻഗാമി എന്ന അധികാരത്താൽ താക്കീത് നൽകുകയാണ് ലിയോ പാപ്പ ചെയ്തത്. മാർപ്പാപ്പയ്ക്ക് എന്തുകൊണ്ട് വഴങ്ങി എന്ന ചോദ്യത്തിന് മാർപ്പാപ്പ തന്നോട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ തന്നെ ആക്രമിക്കാൻ വാളോങ്ങിയ ഒരു പുരോഹിത രൂപം കണ്ടു താൻ ഭയന്നിരുന്നു എന്നാണത്രേ ആറ്റില പിന്നീട് സേവകരോട് പറഞ്ഞത്. ലിയോ 13 തിരുസഭയ്ക്കെതിരായ പൈശാചിക വെല്ലുവിളിയെ ചെറുത്തു നിർത്തിയ പാപ്പ. വിശാലമായ സാധ്യതാ ഗണത്തിൽ ചിലരൊക്കെ ഉൾപ്പെടുത്തി എന്നതൊഴിച്ചാൽ ഭൂരിപക്ഷം പേരും കരുതാത്ത കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എങ്ങനെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു? പോപ്പുലർ മാധ്യമങ്ങളുടെ ഈ ദിവസങ്ങളിലെ വട്ടം പറച്ചിലുകളെ ഗൗനിക്കേണ്ട. അവരുടെ കണക്കുകൂട്ടലുകൾക്കും പ്രചാരണങ്ങൾക്കും അർത്ഥമില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ലയോ 14 പാപ്പായുടെ ആരോഹണം. പുതിയ പാപ്പ സഭയെ എങ്ങനെ നയിക്കും, ലോകത്തിനെ എവിധം പ്രകാശമാകും എന്നതിന് മുമ്പേ ഈ തെരഞ്ഞെടുപ്പ് കത്തോലിക്ക വിശ്വാസികൾക്കാകെ ദൈവത്തിൻ്റെ സന്ദേശമാണ്. ആ സന്ദേശം ഇതാണ്: കത്തോലിക്ക തിരുസഭ എൻ്റേതാണ്, അതിൻ്റെ പരമാധികാര പീഠം ഞാൻ സ്ഥാപിച്ചതാണ്, നരകവാതിലുകൾ ഈ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന എൻ്റെ വാഗ്ദാനം യുഗാന്തത്തോളമുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായി വിശ്വാസികളോടും ലോകത്തോടും കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ ഇങ്ങനെയും പറയുന്നു: എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്ന സവിശേഷതകൾ കണ്ടാണോ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെ കോൺക്ലേവ് തെരഞ്ഞെടുത്തത്? അവയല്ല, പരിശുദ്ധാത്മാവാണ് തെരഞ്ഞെടുപ്പിന് പിന്നിൽ എന്ന് സ്വർഗം തന്നെ തെളിവ് നൽകിയിട്ടുണ്ട്. വിഭിന്ന ചിന്തകളുമായി വന്നു ചേർന്ന 133 കർദിനാൾമാരിൽ ഏറ്റവും കുറഞ്ഞത് 89 പേർ കോൺക്ലേവിന്റെ 2-ാം ദിവസം ഏകമനസ്കരായി. ഒരു സ്ഥാനാർത്ഥിയും മുമ്പിലില്ലാത്ത ശൂന്യതയിൽ നിന്നാണ് അവർ ആരംഭിച്ചത്. അവർ വിഭിന്ന മനസ്കരായിരുന്നു എന്നതിനെ ആദ്യ ദിവസവും 2-ാം ദിവസം രാത്രി 8 മണിക്ക് മുമ്പ് നടന്ന വോട്ടെടുപ്പുകളുടെ പരാജയം തന്നെയാണ് തെളിവ്. എന്നാൽ ഏകാന്ത തടവിലെന്ന പോലെ കഴിഞ്ഞ അവരിൽ കുറഞ്ഞത് 89 പേർ 26 മണിക്കൂറിന്റെ ഇടവേളയ്ക്ക് ശേഷം ഒരു പൊതുനാമധേയം പരസ്പര ചർച്ചകൾ ഇല്ലാതെ ഏക മനസ്സോടെ തെരഞ്ഞെടുത്തു. നീണ്ട പ്രാർത്ഥനയിലൂടെ ദൈവകൽപിതമായ സമയത്ത് പരിശുദ്ധാത്മാവ് നടത്തിയ പ്രവർത്തനം. കോൺക്ലേവിനെത്തുമ്പോൾ അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്ന അറിവും ധാരണയുമല്ല 26 മണിക്കൂറിന് ശേഷം അവരിൽ പ്രവർത്തിച്ചത്. പ്രാർത്ഥനയുടെ ആ മണിക്കൂറുകൾ അവരുടെ നിശ്ചയങ്ങളെ മാറ്റിക്കുറിച്ചു. സെക്കുലറിസത്തിൻ്റെയോ കത്തോലിക്ക വിരുദ്ധതയുടെയോ പേരിൽ ആരെങ്കിലും വിളമ്പുന്ന അബദ്ധപാഠങ്ങളിൽ പെട്ടുപോകരുതെന്ന സന്ദേശം കൂടി വിശ്വാസികൾക്ക് പാപ്പ തെരഞ്ഞെടുപ്പ് തരുന്നുണ്ട്. കത്തോലിക്ക വിരുദ്ധരായ വിമർശകരും വാചാലരും തലമുറകളായി പറഞ്ഞു പോരുന്ന പഴികൾ തന്നെയാണ്
ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടർച്ചയുള്ളവരെ വഴിതെറ്റിക്കാനല്ലാതെ മറ്റൊന്നിനും അവയ്ക്ക് കഴിയുന്നില്ല. സമൂഹ മാധ്യമം കയ്യിലുള്ളത് കൊണ്ട് അതൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ എത്തുന്നു എന്ന് മാത്രം. പുതിയ മാർപ്പാപ്പ നാമധേയം കൊണ്ടെന്ന പോലെ ദർശനം കൊണ്ടുകൂടി ലയോ 13 മാർപ്പാപ്പയെ ആണോ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടതെന്ന് ഇനിയുള്ള നാളുകൾ പറഞ്ഞു തരും. എങ്കിലും അദ്ദേഹം മനസ്സിൽ കണ്ടത് ലയോ 13 ആണെന്ന് മിക്കവരും കരുതുന്നു. പുരോഗമനപരമായ നിലപാട് വഴി കത്തോലിക്ക സഭയെ ആധുനിക യുഗത്തിലേക്ക് നടത്തിച്ച വലിയ ഇടയനായിരുന്നു ലയോ 13. 1903 വരെ 25 വർഷം അദ്ദേഹം സഭയെ നയിച്ചു. കത്തോലിക്ക സഭ ലോകത്തോട് കൂടുതൽ സജീവ സമ്പർക്കം പുലർത്തണമെന്നും ലോകത്തിനെ കൂടുതൽ അഭിഗമ്യവും മതനിരപേക്ഷ ശാസ്ത്ര വിഷയങ്ങളിലെ പരിവേഷണത്തിൽ കൂടുതൽ തുറവുള്ളതുമാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവത്തിന് ദശകങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ വ്യവസായ വിപ്ലവ ഫലമായ മൂലധന വാഴ്ചയും കമ്മ്യൂണിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളി വിഭാഗത്തിന്റെ അവസ്ഥ എടുത്തു പറഞ്ഞ് പുരോഗമനപരമായ റേരും നൊവേരും എന്ന ചാക്രിക ലേഖനം പുറത്തിറക്കിയ പാപ്പയാണ് ലയോ 13. ഈ സാമൂഹിക ദർശനത്തെക്കാൾ ഏറെ സാധാരണ കത്തോലിക്ക വിശ്വാസിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം കണ്ട ഭീകര ദർശനവും അതിനുശേഷം മിഖായേൽ മാലാഖയുടെ അതിശക്തമായ മാധ്യസ്ഥം തേടി പാപ്പ തയ്യാറാക്കിയ പ്രാർത്ഥനയുമായിരിക്കും. 100 വർഷത്തിനുള്ളിൽ നമ്മുടെ കർത്താവിന്റെ തിരുസഭയെ തകർക്കുമെന്ന സാത്താന്റെ വെല്ലുവിളി, അത് വിജയിപ്പിക്കാൻ ദുഷ്ടാരൂപികൾ തിരുസഭയ്ക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളും ലയോ 13 മാർപ്പാപ്പയെ ശരിക്കും സംഭ്രമിപ്പിച്ച ഈ ദർശനമാണ് തിരുസഭയുടെ രക്ഷയ്ക്കായി മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം തേടുന്ന ശക്തമായ പ്രാർത്ഥന തയ്യാറാക്കാൻ പാപ്പായെ പ്രേരിപ്പിച്ചത്. സാർവത്രിക സഭയിൽ ഇന്നും അത് പരക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ. വെല്ലുവിളിച്ചതുപോലെ തിരുസഭയെ ഒരു നൂറ്റാണ്ടിനകം തകർക്കാൻ സാത്താന് സാധിച്ചില്ല, സാധിക്കുകയുമില്ല. കത്തോലിക്ക സഭയെ തകർക്കാൻ സാത്താൻ വെല്ലുവിളിയോടെ ശ്രമിച്ചെങ്കിൽ അപ്പോളജിസ്റ്റ് സാം ഷാമോൺ കത്തോലിക്ക വിരുദ്ധരെ ഓർമ്മിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സഭയാണെന്നതിന്റെ തെളിവാണത്. പൂർണ്ണമായും യേശുവിൻ്റെതല്ലാത്ത ഒന്നിനെയും തകർക്കാൻ സാത്താനെ വെല്ലുവിളിയുടെ ആവശ്യമില്ല. ലയോ 14 പാപ്പായുടെ ആരോഹണം ചഞ്ചലപ്പെടുന്ന വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേക ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. വിശ്വാസികൾക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇനിയുമുണ്ട് സന്ദേശങ്ങൾ. ലോക വൻ ശക്തിയായ അമേരിക്കയിൽ നിന്ന് പാപ്പ ഉണ്ടാകില്ലെന്ന ധാരണ ചുമന്നു നടന്നവരെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തിരുത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പാപ്പാവേഷത്തിൽ അവതരിപ്പിച്ച ചിത്രത്തെ കത്തോലിക്ക വിശ്വാസികൾ പഴിച്ചെങ്കിലും അത് ചെയ്തവരുടെ അതിക്രമം യഥാർത്ഥ സൂചനയായി മാറി എന്നാണോ ഇപ്പോൾ ചിന്തിക്കേണ്ടത്? ലോക രാഷ്ട്രീയ ശക്തിയായ അമേരിക്കയിൽ നിന്ന് തന്നെ ലോക ധാർമ്മിക ശക്തിയുടെ പീഠത്തിലേക്ക് ഒരു അമേരിക്കക്കാരൻ വരുന്നതിന് പിന്നിൽ ദൈവിക പദ്ധതി നിശ്ചയമായും കാണണം. അമേരിക്ക തിരുത്താനുണ്ടെന്ന് നിരവധി അകത്തോലിക്ക സുവിശേഷകരടക്കം പലരും മുന്നറിയിപ്പ് നൽകിയതാണ്. മതാധിനിവേശത്തിന്റെ സാധ്യത പോലും അമേരിക്കൻ സമൂഹത്തിലെ അപജയത്തിന്റെ പ്രത്യാഘാതമാണെന്ന് കരുതേണ്ടി വന്ന അവസ്ഥ. ഒരേ സമയം ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ക്രിസ്തു നിഷേധത്തിന്റെയും സെക്കുലറിസത്തിന്റെയും സുവിശേഷ തിരസ്കാരത്തിന്റെയും ലൈംഗിക അധാർമികതയുടെയും ജീവവിരുദ്ധതയുടെയും നാടായ അമേരിക്കയെ തിരുത്താൻ ക്രൈസ്തവികത ഉയർത്തിപ്പിടിച്ചിരുന്ന ട്രംപിന്റെ നാട്ടിൽ നിന്നുള്ള പാപ്പാക്ക് കഴിയുമെന്നത് വ്യാമോഹമല്ല. ലയോ 14 മാർപ്പാപ്പയുടെ മുൻഗണനകളും നിലപാടുകളും അദ്ദേഹം സഭയെ ഏത് ദിശയിലാണ് നടത്തുക എന്നതുമൊക്കെ ഇനിയുള്ള നാളുകളിൽ വ്യക്തമാകും. എന്തായാലും പാപ്പായെ നിശ്ചയിക്കുന്നത് ലോകവും ലോകശക്തികളുമാണെന്ന ചിലരുടെയെങ്കിലും ധാരണ തിരുത്തപ്പെട്ടിരിക്കുന്നു.
അത് കത്തോലിക്ക വിരുദ്ധ പ്രചാരണങ്ങളാൽ ഇടർച്ച തോന്നിയവർക്ക് ധൈര്യവും പ്രത്യാശയും പകരും. യുദ്ധമേഘങ്ങളാൽ ആവൃതമാകുന്ന ലോകത്തിന് ആശ്വാസവും. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.